മുൻ എൽ.ഡി.എഫ് സർക്കാരിന്റെ കാലത്ത് അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും പ്രഭവ കേന്ദ്രമായി മാറിയ നിയമസഭയ്ക്കുള്ളിലെ നവീകരണ പ്രവർത്തികളിലൊടുവിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തരമായി ഇടപെട്ട് കടുത്ത നടപടിയെടുത്തിരിക്കുകയാണ്. ഇടത് ഭരണത്തിൽ എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തി ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വഴിവിട്ട് അനുവദിച്ച കോടികളുടെ കരാറുകളും ഫണ്ട് ഉത്തരവുകളുമാണ് സ്പീക്കർ ഇപ്പോൾ കൂട്ടത്തോടെ റദ്ദാക്കിയിരിക്കുന്നത്. മുൻ സർക്കാരിന്റെ ഒത്താശയോടെ ഊരാളുങ്കൽ നടത്തിയ കൊള്ളയും ഗുരുതരമായി ക്രമക്കേടുകളും പൂർണ്ണമായി ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് സ്പീക്കറുടെ ഈ അടിയന്തര നീക്കം. സഭയിലെ ഡൈനിങ് ഹാൾ നവീകരണത്തിനായുള്ള 7.5 കോടി രൂപയുടെ വൻകിട കരാർ ഉൾപ്പെടെ റദ്ദാക്കിക്കൊണ്ട് ഊരാളുങ്കലിനെ നിയമസഭയുടെ പ്രധാന ചുമതലകളിൽ നിന്നെല്ലാം നാണം കെടുത്തി പുറത്താക്കിയിരിക്കുകയാണ്. ഒരു വർഷത്തിൽ വെറും 10 ദിവസത്തിൽ താഴെ മാത്രം ഉപയോഗിക്കുന്ന നിയമസഭയിലെ ഡൈനിങ് ഹാൾ നവീകരിക്കാൻ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് വൻ വിലയുള്ള ഇറ്റാലിയൻ മാർബിളുകൾ പതിക്കാനായിരുന്നു ഊരാളുങ്കലിന്റെയും ഇടതു ഭരണകൂടത്തിന്റെയും ധൂർത്ത് പദ്ധതി. ഇത്രയും ഭീമമായ തുക ചെലവഴിക്കുന്നതിനെതിരെ ധനവകുപ്പ് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നിട്ടും അതിനെല്ലാം പുല്ലുവില കൽപ്പിച്ച് അവഗണിച്ചാണ് മുൻ സർക്കാർ ഈ അഴിമതി കരാർ ഉറപ്പിച്ചത്. ഇതിനു പുറമെ ലോക കേരള സഭയ്ക്കെത്തിയ VVIPകൾക്ക് വെറും 2 ദിവസത്തെ ഉച്ചഭക്ഷണം നൽകാനായി ഡൈനിങ് ഹാളിൽ ലക്ഷങ്ങളുടെ AC സ്ഥാപിച്ചതുൾപ്പെടെ 35 ലക്ഷം രൂപയുടെ അവിശ്വസനീയമായ ബില്ലാണ് വിവിധ ഇടനിലക്കാർ നിയമസഭാ സെക്രട്ടേറിയറ്റിന് നൽകിയിരുന്നത്. വ്യാപകമായ ക്രമക്കേടുകൾ ഒന്നൊന്നായി പുറത്തു വന്നതോടെ കടുത്ത നടപടിയുടെ ഭാഗമായി ശങ്കരനാരായണൻ തമ്പിഹാളിന്റെ പരിപാലന ചുമതലയിൽ നിന്ന് ഊരാളുങ്കലിനെ പൂർണ്ണമായി ഒഴിവാക്കി പകരം ചുമതല പൊതുമരാമത്ത് വകുപ്പിന് നൽകി. ഒപ്പം നിയമസഭാ ഡേറ്റാ സെന്ററിന്റെ വാർഷിക പരിപാലന ചുമതലയിൽ നിന്നും ഊരാളുങ്കലിനെ തെറിപ്പിച്ച് പകരം കെൽട്രോണിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മുൻ ഇടതു സർക്കാരിന്റെ കാലത്ത് ഊരാളുങ്കലിന് നിയമസഭയിൽ ലഭിച്ച വഴിവിട്ടിയ ആനുകൂല്യങ്ങളും കോടികളുടെ കരാറുകളും വൻ അഴിമതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ കൊള്ളയ്ക്ക് പിന്നിലെ സുതാര്യതയും കമ്മീഷൻ ഇടപാടുകളും പുറത്തു കൊണ്ടുവരാൻ സ്പീക്കർ ഉടൻ തന്നെ സമഗ്രമായ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇതിന്റെ തുടർച്ചയായി നിയമസഭാ പരിസരം നവീകരിക്കുന്നതിനായി വിവിധ സിൽബന്ദി കരാറുകാർക്ക് അനുവദിച്ച കോടിക്കണക്കിന് രൂപയുടെ മറ്റു പദ്ധതികളും മരവിപ്പിക്കാൻ നിയമസഭാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. മുൻ സർക്കാർ ഭരണകാലത്തിന്റെ അവസാനത്തിൽ അതിവേഗം ഭരണാനുമതി നൽകി ആദ്യഘടുവും പാസാക്കിയ പദ്ധതിയാണിത്. വെറും മണ്ണ് പരിശോധനയ്ക്ക് മാത്രമായി 6 ലക്ഷം രൂപ എഴുതിയെടുത്തതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ തട്ടിപ്പിന്റെ ആഴം കൂട്ടിയിട്ടുണ്ട്. ഇടത് ഭരണത്തിൽ നിയമസഭയെ മുൻനിർത്തി നടന്ന ആദ്യത്തെ അഴിമതിയല്ല ഇത് എന്നതാണ് വസ്തുത. നേരത്തെ നിയമസഭാ നടപടികൾ സമ്പൂർണമായി ഡിജിറ്റൈസ് ചെയ്യാനായി കോടികൾ വകയിരുത്തിയ ഈ നിയമസഭാ പദ്ധതിയിലും സമാനമായ രീതിയിൽ വൻ സാമ്പത്തിക ക്രമക്കേടുകളും ഫണ്ട് വകമാറ്റലും കണ്ടെത്തിയിരുന്നു. പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പുകളെയും നിയമപരമായ മുന്നറിയിപ്പുകളെയും പൂർണ്ണമായി തള്ളിക്കളഞ്ഞ് ഊരാളുങ്കലിന് പൊതുമുതൽ കൊള്ളയടിക്കാൻ മുൻ സർക്കാർ പരവതാനി വിരിച്ചു നൽകുകയായിരുന്നുവെന്ന മുൻകാല ആരോപണങ്ങൾക്ക് അടിവരയിടുന്നതാണ് സ്പീക്കറുടെ ഇപ്പോഴത്തെ നടപടി. വരും ദിവസങ്ങളിൽ കൂടുതൽ അഴിമതി കഥകൾ പുറത്തു വരുന്നതോടെ മുൻ LDF സർക്കാരിലെ പ്രമുഖരും ഉദ്യോഗസ്ഥരും കടുത്ത പ്രതിസന്ധിയിലാക്കുമെന്ന് ഉറപ്പാണ്.